عن النبي صلى الله عليه وسلم قال أحب الأعمال إلى الله أدومها وإن قل. رواه أصحاب السنن. أبو عائشة رضي الله عنها من المؤمنين رضي الله عنها ഉദ്ധരിക്കുന്ന ഹദീസാണ്. അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ അമല് പതിവായി ചെയ്യുന്നതാണ്, അത് ഇനി എത്ര കുറഞ്ഞാൽ പോലും എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസിൽ ധാരാളം ഫവായിദുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പ്രവർത്തികൾ നമ്മൾ പതിവായി ചെയ്യണമെന്നുള്ളതാണ്. നമുക്കറിയാം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു പുകഴ്ത്തിയത് അദ്ദേഹം എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ഇബാദത്തുകളിൽ, അതുപോലെ തന്നെ ഈമാനിന്റെ കാര്യത്തിലെല്ലാം ഒരേ അവസ്ഥയിൽ തുടർന്ന വ്യക്തിയായിരുന്നു. കൂടുകയില്ലാതെ കുറയുകയില്ലായിരുന്നില്ല. അപ്പോ ഇതിനർത്ഥം നമ്മൾ ഈമാൻ കൂടുകയും കുറയുകയില്ല എന്ന വാദമല്ല. മറിച്ച് അങ്ങനെ കുറയാതെ അവർ നിലനിർത്തി പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഇത് വളരെ വലിയ ഒരു വിഷയമാണ്. സഹാബിമാര് അവരുടെ ജീവിതത്തിലൊക്കെ ഒരു മൻഹജായിട്ട് സ്വീകരിച്ചിട്ടുള്ളത് ഇക്കാര്യമാണ്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യമാണെങ്കിൽ എല്ലാം ഒരു തർത്തീബോടുകൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളെല്ലാം സഹാബിമാർ നടപ്പിലാക്കിയതെന്താണ്? അവര് പതിവായിട്ട് അത് ചെയ്തിട്ടുണ്ടല്ലേ. നമുക്കറിയാം, അലി റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ഉറങ്ങാൻ കിടക്കുമ്പോഴേ എന്ത് ചെയ്യണം? സുബ്ഹാനല്ലാഹ് 33 തവണയും അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34 തവണ ചൊല്ലാൻ പറഞ്ഞു. അപ്പൊ അതെന്തായിരുന്നു? നമുക്കറിയാം, ഫാത്തിമ റളിയല്ലാഹു അൻഹ അവരുടെ ജോലി പ്രയാസങ്ങളും അവര് ആ കാര്യത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ റസൂലുള്ളാഹിനോട് പരാതി പറഞ്ഞതാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ഈ ദിക്ർ ചൊല്ലുക, ഇത് നിങ്ങൾക്കൊരു ഖാദിമിനേക്കാൾ ഉത്തമമായിട്ടുള്ളതാണ്, അത് നിങ്ങളുടെ ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് ഉത്തമമാകുന്നതാണ്. അങ്ങനെ പിന്നീട് അലി റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ഒരിക്കൽ പോലും അത് ഉപേക്ഷ വരുത്തിയിട്ടില്ല. അദ്ദേഹം സഫീൻ യുദ്ധം, നമുക്കറിയാം, മുസ്ലിമീങ്ങളിൽ ഒരു പരീക്ഷണമായി സംഭവിച്ചതാണ് സഫീൻ യുദ്ധവും ജമൽ യുദ്ധവും അല്ലേ. അത് അലി റളിയല്ലാഹു അൻഹു ഒരു പക്ഷത്തായിരുന്നു ഉണ്ടായിരുന്നു, നമുക്കറിയാവുന്നതാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു യുദ്ധമായിരുന്നു അത്. ആ മുസ്ലിമീങ്ങളിൽ നടന്നിട്ടുള്ള ആഭ്യന്തര കലഹമായിരുന്നു അത്. അതൊരിക്കലും ജിഹാദല്ല. ശരി, ആ യുദ്ധത്തിന്റെ വേളയിൽ ആ രാത്രിയിൽ താങ്കളത് ഉപേക്ഷിച്ചിട്ടില്ലേ എന്ന് അദ്ദേഹത്തോട് ആളുകൾ ചോദിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ അന്ന് പോലും ഉപേക്ഷിച്ചിട്ടില്ല. വലായി. അതുപോലെ തന്നെ നമുക്കറിയാം, ജുവൈരിയ റളിയല്ലാഹു അൻഹയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റാത്തിബത്ത്, സുനനു റാത്തിബ, നമസ്കാരത്തിന് മുമ്പും പിൻപുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി നിർവഹിക്കാറുണ്ടായിരുന്ന നമസ്കാരങ്ങൾ അത് റിവായത്ത് ചെയ്യുന്നത്. എന്നിട്ട് അതെന്താണ്? മൻ സ്വല്ല ഫി യൗമിൻ വലൈലത്തിൻ 12 റക്അ, ഒരാള് രാവും പകലുമായിട്ട് 12 റക്അത്ത് സുന്നത്ത് നമസ്കാരങ്ങൾ, റവാത്തിബ് സുന്നത്തുകൾ നമസ്കരിക്കുകയാണെങ്കിൽ
ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ഈ ഹദീസ് റിവായത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് ജുവൈരി അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉപേക്ഷ വരുത്തിയില്ല. അത് അവരിൽ നിന്ന് റിവായത്തിന് താബിഅ വരെ പിന്നെ അദ്ദേഹത്തിന് റിവായത്ത് ചെയ്യുന്ന അവരൊന്നും തന്നെ ജീവിതത്തിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല, ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആ ഇൽമ് കേട്ടത് മുതൽ. അപ്പോ ഇത് തന്നെയാണ് നമ്മൾ നമസ്കാരത്തിന്റെ കാര്യം പറയുന്നത്. 40 വർഷം അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവായിട്ടുള്ള ആരാണ്? ഇബ്നു അബീദ. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തെ കാണപ്പെട്ടുള്ളത് പള്ളിക്കും വീടിനുമിടയിൽ മാത്രമാണ്, വേറെ എവിടെയും അദ്ദേഹത്തെ കാണപ്പെട്ടിട്ടില്ല. അദ്ദേഹം 40 വർഷം പള്ളിയിൽ ബാങ്ക് കൊടുക്കുമ്പോൾ ആര് പള്ളി ഉണ്ടാവും? സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതേ ആസാറുകൾ തന്നെ ധാരാളം സലഫുകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ? സലഫുകള് അവരുടെ ജീവിതത്തില് അപൂർവമായിട്ടാണ് നമസ്കാരങ്ങൾ, ജമാഅത്ത് നമസ്കാരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു അൻഹുവിന്റെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു യുദ്ധവേളയിൽ മാത്രമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ ജമാഅത്ത് നമസ്കാരം മിസ്സായിട്ടുള്ളത്. അപ്പോ ഇങ്ങനെയാണ് നമ്മൾ നമസ്കാരം വരെ മിസ്സാകുന്നത് അവസ്ഥകൾ നമ്മുടെ കൂടെ പലർക്കും ഉണ്ടാകാറുണ്ട്. നമസ്കാരം ലേറ്റ് ആകുന്നത് പിന്നെ നോക്കുന്ന വേണ്ട അല്ലേ? അങ്ങനെ ഒരു പതിവായി ചെയ്യുന്ന നമ്മുടെ ഉപ്പമാർക്കും അതുപോലെ ഉപ്പാപ്പമാർക്കൊക്കെ പ്രായമുള്ളവർക്കൊക്കെ എന്തുണ്ട്, ഒരു ജീവിതത്തിന് എന്തുണ്ട്, പതിവായി ചെയ്യുന്ന ഒരു ചര്യയുണ്ട്. അത് ഈ ഒരു കൗമിനില്ല. കാരണം നമ്മുടെ ഒരുപാട് അശ്രദ്ധയിലാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലേ? അതുകൊണ്ടാണ് നമുക്ക് ഒരു മുദാവമത്ത് കഴിയാത്തത്. നമ്മുടെ കണ്ണുകൾ പലയിടത്ത് പായാണ് ചെയ്യുന്നത്, പലതരത്തില് ഭക്ഷണങ്ങളും അതുപോലെ തന്നെ ഈ തരത്തില് ഫോണും കാര്യങ്ങളും എല്ലാം. അപ്പോ കണ്ണുകൾക്ക് എന്താ പറയാ, ഒരു കൃത്യമായൊരു സ്ഥലം നമുക്ക് തർക്കീസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ഖതീബുൽ ബഗ്ദാദിയുടെ അദ്ദേഹം താലിബുൽ ഇൽമ് പഠിക്കേണ്ട സ്ഥലത്തെ കുറിച്ച് പറയുന്നുണ്ട്. പഠിക്കേണ്ടത് ഒരു കാലിയായ ഒരു റൂമിൽ നിന്നായിരിക്കും പഠിക്കേണ്ടത്. ഒരിക്കലും ഒരു പുറത്ത് ഇങ്ങനെ പൂന്തോപ്പിലൊന്നും പോയിട്ട് പഠിക്കരുത്. കാരണം എന്താണ്, നല്ല വായുവൊക്കെ ഏറൊക്കെ നല്ലതായിരിക്കും, പക്ഷെ എന്താണ്, കണ്ണ് പുസ്തകത്തിലിരിക്കൂല. അവിടെ ഒരു പക്ഷി വരുന്നുണ്ടാകും, ഇങ്ങനെ ഓരോന്നിലേക്കും നമ്മുടെ കണ്ണുകൾ ഇങ്ങനെ പോകും. ഒരു റൂമിൽ ഒന്നുമില്ലാത്ത റൂമിൽ ഇരിക്കുമ്പോഴോ റൂം തന്നെ ഒരു വലിയ ഹാളാകാൻ പാടില്ല, അപ്പോഴും നമ്മുടെ കണ്ണുകൾ പോകും. ഒരു ചെറിയ റൂം, അതിലിരുന്ന് നോക്കുക, അപ്പൊ ശ്രദ്ധകൾ എവിടെയും പോവുകയില്ല അല്ലേ? അപ്പോ നമുക്കറിയാം യഹ്യ ഇബ്നു മഈൻ റളിയല്ലാഹു റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മരണസമയത്ത് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, മാ തശ്തഹി, താങ്കൾ എന്താണ് ആഗ്രഹിക്കുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താണ്, ബൈത്തുൻ ഖാലി വ സനദുൻ ആലി, കാലിയൊരു വീട് വേണം. എന്തിനാണത്? അശ്രദ്ധമാകാതെ പഠിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു മുദാവമത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു മുദാവമത്താണ് ഒരുപാട് നമ്മുടെയൊക്കെ സംഭവം എന്താണ്,
ഒരു ദിവസം നമ്മൾ രാത്രി നമസ്കാരം നല്ല ഉഷാറായിട്ട് നിൽക്കും, പിറ്റേന്ന് അതുണ്ടാവില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഒന്ന് എവിടെയോ ഒരു ചാർജ് കിട്ടും, പിന്നെ നമ്മൾ നിസ്കരിക്കും, പിന്നെ ഇങ്ങനെയാണ് പോകുന്നത്. സ്വതക്കയുടെ കാര്യമാണെങ്കിലും നമ്മുടെ മറ്റേത് വിഷയങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അലക്ഷ്യമായ ഒരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. അപ്പോ ഇതുകൊണ്ടാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാൻ പറ്റുന്നത്, പഠിക്കാനും നമ്മളുടെ അറിവിന്റെ കാര്യത്തിൽ നമ്മുടെ സെൽഫുകളുടെ ആ ഒരു അവസ്ഥയിലേക്ക് ഉയരാൻ കഴിയാത്തത്, മുൻഗാമികളുടെ അവസ്ഥയിലേക്ക് ഉയരാൻ കഴിയാത്തത്. നമ്മൾ ഭൗതികമായിട്ട് സംസാരിക്കുന്ന ആളുകൾ പറയുന്നത് എന്താണ്, നമ്മളൊരു കാര്യം ഒരു 10-40 ദിവസം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതെന്തായി തരും, അത് നമ്മുടെ ആദത്തായി മാറും അല്ലേ. അഥവാ ആദ്യമായിട്ടൊരു ബൈക്ക് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ അയാൾ ശ്രദ്ധ ഉണ്ടാവുക എവിടെയായിരിക്കും, ആ ഗിയർ മാറ്റുന്നിടത്തും ക്ലച്ച് പിടിക്കുന്നിടത്തിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ വളരെ അതൊക്കെ ചവിട്ടലൊക്കെ എന്തായിരിക്കും, ഭയങ്കര ആഞ്ഞൊരു ചവിട്ടലൊക്കെ ആയിരിക്കും പിടിക്കുന്നതാണെങ്കിലും. അതുപോലെ സ്റ്റാർട്ടാക്കുമ്പോൾ എപ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്, ആക്സിലേറ്റർ വിടേണ്ടതെന്നും ഇതൊക്കെ പ്രശ്നമാണ്. കാരണം ഫുള്ള് അതിലാണ് ശ്രദ്ധ. എന്നാൽ അത് ശീലമായ ഒരാളെ സംബന്ധിച്ചാൽ അയാൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക തന്നെയില്ല, പക്ഷെ അത് സ്വാഭാവികമായിട്ടത് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ഏതൊരു കാര്യം ഒരു മാസം നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് സ്വാഭാവികമായി ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ് എന്ത് പറയുന്നത്, ഭൗതികമായിട്ടുള്ള വ്യാഖ്യാനം. അത് ശരിയാണത് അല്ലേ. നമ്മളങ്ങനെ ഏത് കാര്യം ചെയ്തു കഴിഞ്ഞാൽ എന്നും പുലർച്ചെ എഴുന്നേക്കുന്ന ആള്, ഒരു നമ്മളുടെ വീട്ടിലൊക്കെ ഉള്ള ഉമ്മമാര്, അവരൊക്കെ കറണ്ടില്ലെങ്കിലും എന്താണെങ്കിലും അവർ ആ സമയത്ത് എഴുന്നേൽക്കും. വൈകി എഴുന്നേറ്റ് ചരിത്രം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. നമ്മൾ എഴുന്നേൽക്കുന്നതാണെങ്കിലോ പല ടൈമുകളിലാണ് എഴുന്നേൽക്കുന്നത്, ഓരോ ദിവസം ഓരോ ടൈമിലായിരിക്കും. അപ്പൊ അതാണ് നമ്മളുടെ ഒരു വീഴ്ച, ഒരു പ്രധാനപ്പെട്ട ഒരു വീഴ്ച അതാണ്. അങ്ങനെ ഏത് മേഖല എടുത്തു നോക്കുകയാണെങ്കിലും നമുക്കറിയാം, ഇമാം ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം, ഞാൻ പറഞ്ഞതാണ്, അദ്ദേഹം ഒരിക്കൽ ഒരു വലിയ യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹം റെസ്റ്റ് എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ അലാമ എന്ത് ചെയ്തു, കുറച്ച് ലേറ്റാക്കി വെച്ചു, സുബഹിക്ക് അടുത്ത് വെച്ചു. മനസ്സിലായില്ലേ? സാധാരണ അദ്ദേഹം എഴുന്നേൽക്കുന്ന സമയത്തിന് ഒരുപാട് കഴിഞ്ഞിട്ട്, പക്ഷെ അദ്ദേഹം അന്ന് രാത്രി അതേ സമയത്ത് അദ്ദേഹം ഖിയാമുൽ ലൈൽ, രാത്രി നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്ന അതേ സമയത്ത് അദ്ദേഹം എഴുന്നേറ്റു. പക്ഷെ അലാം അടിഞ്ഞില്ല. അദ്ദേഹം ഭാര്യയോട് ചോദിച്ചു, നീ എന്താ മാറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതേ മാറ്റിയിട്ടുണ്ട്, നിങ്ങളൊന്ന് റെസ്റ്റ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഇമാം ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞത്, അർറാഹത്തുൽ ജന്ന, വിശ്രമം ഇവിടെ അല്ല, ഇവിടെ പണിയെടുക്കാമെന്നാണ്, വിശ്രമം സ്വർഗത്തിലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ നമ്മുടെയൊക്കെ പ്രശ്നം, നമുക്കൊക്കെ എന്തിന്റെ താല്പര്യം ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇതാണ് ഇറാദത്തും സബ്ർ ഹിമ്മത്ത് ഇതൊന്നുമില്ല. അപ്പോ നമ്മൾ ശീലമാക്കിയെടുക്കുക, പിന്നെ നമുക്കത് എളുപ്പമായിരിക്കും. നമുക്ക് ശീലമാക്കാത്തത് കൊണ്ടായിരിക്കാം നമുക്കത് എന്തായിട്ട് തോന്നുന്നത്, ഭാരമായിട്ട് തോന്നുന്നത്. ഇതിലൊക്കെ നമ്മൾ വായനയുടെ കാര്യം എന്താ അവസ്ഥ? നമ്മൾ എത്ര വായിക്കാറുണ്ട് ഒരു ദിവസം? ഒരിക്കലും ഒരാളെ സംബന്ധിച്ചിടത്തോളം താലിബുൽ ഇൽമിന് അയാൾ എത്ര വലിയ പണ്ഡിതന്റെ അടുത്ത് പഠിച്ചാലും അയാൾക്കൊരു ആലിമാൻ കഴിയില്ല, സ്വന്തമായിട്ട് വായിക്കാതെ. സ്വന്തമായിട്ട് വായിക്കുന്ന ഒരു വലിയ അളവ് വേണം. അപ്പോൾ നമ്മൾ വായന ഒന്നുമില്ല. വായന പോയിട്ട് നമ്മൾ ഖുർആൻ വായിക്കുന്നവരില്ല, ഗ്രന്ഥങ്ങൾ വായിക്കുന്നൊക്കെ പോട്ടെ. അപ്പോൾ എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടുണ്ട്. ഖിയാമത്ത് നാളിൽ പറയും എന്താണ്, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. അല്ലേ? അപ്പോൾ നമുക്കറിയാം സലഫുകൾക്കൊക്കെ ഒരു എന്തുണ്ടായിരുന്നു, എല്ലാ ദിവസവും പാരായണം ചെയ്യാനുള്ള ഒരു അളവുണ്ടായിരുന്നു.
അവരുടെ ഒരു വിരുദ്ധ ഉണ്ടായിരുന്നു. ഒരു ഒരു കൃത്യമായ ഒരളവ്. ചില ആളുകൾ ജുസ് പാരായണം ചെയ്യും, ചില ആളുകൾ പിന്നെ 10 ജുസ് ഒരു ദിവസം പാരായണം ചെയ്യും. ഒരു ദിവസം 10 ജുസ് പാരായണം ചെയ്യുന്നവരുണ്ട്, 3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നവർ. അങ്ങനെ അത്ഭുതകരമായിട്ടുള്ള ഒരുപാട് അവരുടെ ഓരോരുത്തർക്കും ഓരോ അളവുണ്ടാകും. നമ്മെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നമ്മൾ ഒരുപാട്, ചിലപ്പോൾ കുറച്ച്, ചിലപ്പോൾ തീരെ ഉണ്ടാവില്ല. അപ്പോൾ ഇത് വലിയൊരു പ്രോബ്ലമാണ് എന്നുള്ളത് നമ്മൾ ഇനി മുതൽ പരിഹരിക്കാം എന്നുള്ളതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു ഇൽമ് കിട്ടിയാൽ നമ്മൾ ആദ്യത്തിൽ അത് ചെയ്യണം. ഇല്ല പിന്നെ ആ ഇൽമ് നമ്മൾ മറന്നുപോകും, ഉറപ്പാണ്. ഇൽമിന് കൈത് ചെയ്യാൻ പറ്റുന്നത് ഈ എഴുത്തിനേക്കാളും, നമ്മളത് നോട്ട് ചെയ്യുന്നതിനേക്കാളും, ഹിഫ്ള് ചെയ്യുന്നതിനേക്കാളും എല്ലാം അപ്പുറം ഹംസയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സലഫുകൾ പറഞ്ഞിട്ടുണ്ട്, ശുഅബ പോലുള്ള സലഫുകൾ പറഞ്ഞിട്ടുണ്ട്, കുന്നാ നസ്തഈനു അലാ ഹിഫ്ളിൽ ഹദീസ് ബിൽ അമലി ബിഹി. അതിന് അമൽ ചെയ്തിട്ടാണ് ഞങ്ങളത് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, മാ മർറ ബി ഹദീസുൻ ഇല്ലാ വഅമിൽതു ഫീഹി വലൗ മർറ. ഏതൊരു ഹദീസ് എൻ്റെ കൈകളോട് പോയി ഞാനത് അതുകൊണ്ട് അമൽ ചെയ്തില്ല ഒരു തവണയില്ല. ഓരോ ഹദീസിന്റെയും ഓരോ ഇൽമിനും ഒരു എന്തുണ്ട്, സകാത്തുണ്ട്. അത് ഒരു തവണയെങ്കിലും അമൽ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹദീസ്, ഒരു പുതിയൊരു അറിവ് നിങ്ങൾക്ക് കിട്ടിയെന്നിരിക്കും, അന്ന് മുതൽ അത് അമലാണ്, പിന്നെ ജീവിതത്തിൽ മറക്കുമത് ഒരിക്കലുമില്ല. അപ്പൊ നമ്മളൊന്നും സലഫുകളുടെ അടുക്കലേക്ക് എത്താത്തതിന്റെ പ്രശ്നം എന്താണ്, നമ്മൾക്ക് ഇൽമെത്താണ്. വാട്സപ്പിൽ നോക്കിയാൽ എല്ലായിടത്തും ഇൽമ കിടക്കുന്നത്, എന്ത് നോക്കിയാലും ഇൽമാണ്. എവിടെ നെറ്റ് തുറന്നാൽ പിന്നെ എന്താ പറയാ, എന്ത് ക്ലാസ്സുകൾ, വീഡിയോ വേണം, വീഡിയോ ട്രാൻസ്ലേഷന് വേണം, ട്രാൻസ്ലേഷൻ. അത് നമുക്ക് നേരിട്ട് കാണണമെങ്കിൽ എന്ത് വേണമെങ്കിലും കിട്ടും അല്ലേ. ഷർഹിന്റെ ഷർഹും അതിന്റെ മേൽ താലിക്കും, അതിനെ ഒന്ന് എന്താ പറയുക എളുപ്പമാക്കിയത്. പക്ഷെ എന്താ പറയാ, നമ്മൾ അമൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോ ഇഅ്തിഖാദിയായ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് അമൽ ചെയ്യല്? നമ്മളത് നമ്മുടെ ഈമാനിൽ, അത് തവക്കുലായിട്ടും അതിന്റെ ഖൽബിയായിട്ടുള്ള അമലുകളായിട്ട് അത് മാറണം. അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ ദഅവത്ത് ചെയ്യണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചു കുറയും. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വനുഖല്ലിബു അഫീദതഹും വഅബ്സാറഹും കമാ ലം യുമിനൂ ബിഹി അവ്വല മറ. അത് ഈ വിശ്വസിക്കാത്തതിന്റെ പേരിലാണ് അവരുടെ ഹൃദയങ്ങൾ മാറ്റിമറിക്കുന്നത്. അതുപോലെ തന്നെ ഫബിമാ നഖ്ദിഹിം മീസാഖഹും ലഅന്നാഹും വജഅൽനാ ഖുലൂബഹും ഖാസിയ വനസൂ ഹദ്ദൻ മിമ്മാ ദുക്കിറു ബിഹി. അവർക്ക് ഉത്ബോധനമായി കിട്ടിയതൊക്കെ അവർ മറന്നുപോയി. കാരണം അവരെന്ത് ചെയ്തിട്ടില്ല, അത് പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ്. നസ്അലുല്ലാഹ തബാറക വതആല അൻ യമുന്ന അലൈനാ ബിഫദ്ലിഹി വഇഹ്സാനിഹി